ideas, Anju Miss ആണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് നാളെ സോഷ്യൽ സയൻസ് എക്സാം ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ 4ാം ക്ലാസ് വരെ EVS ആണ് പഠിച്ചത്. ഈ EVS സോഷ്യൽ സയൻസും ബേസിക് സയൻസും ഒക്കെ ആയി മാറി. ആ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ എക്സാം ആണ് നിങ്ങൾ നാളെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരിക? ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കൊന്ന് അറിയണ്ടേ? നിങ്ങളൊന്ന് പരിചയപ്പെടണ്ടേ? അതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അതുപോലെയാണ് നിങ്ങൾ നാളെ എക്സാമിന് നിങ്ങളെ പേപ്പർ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം ഒരു മോഡൽ ക്വസ്റ്റ്യൻ, നമ്മളുടെ SCRT പുറത്തു വിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാതൃകാ ചോദ്യ പേപ്പറിലുള്ള ആ മോഡലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇതുപോലെയാണ് നിങ്ങൾക്ക് നാളെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, നാളെ എക്സാം എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾക്ക് എക്സാം വരുന്നത് 2 മണിക്കൂറും 15 മിനിറ്റും ആണ്. അപ്പൊ ഇതിനകത്തുള്ള ഈ 15 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ആദ്യത്തെ 15 മിനിറ്റ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുള്ള ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈം ആണ്. എന്താണ് കൂൾ ഓഫ് ടൈം? നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കാനുള്ള ടൈമാണ്. ചില മക്കളുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നത് എനിക്കറിയാം, വേഗം എഴുതാൻ തുടങ്ങും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ആ 15 മിനിറ്റ് നന്നായിട്ട് ഓരോ ക്വസ്റ്റ്യൻസും വായിക്കുക. വായിച്ചിട്ട് ഏത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാൻ അറിയാമെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ എങ്ങനെ എക്സാമിന് എങ്ങനെ ഇതിനൊക്കെ ആൻസർ എഴുതാമെന്നൊക്കെ പ്ലാൻ ചെയ്യാനുള്ള ഒരു സമയമാണ് ഈ ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിനകത്ത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ആദ്യം ഏതാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് ആദ്യം എഴുതാം. ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ആദ്യം എഴുതാനായിട്ട് ചെയ്യാലോ, ആദ്യം എഴുതാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് 6 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഈ 6 ചോദ്യങ്ങൾക്കും ഉപചോദ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ 6 ചോദ്യങ്ങളുടെ ഉപചോദ്യങ്ങൾക്ക് A, B എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതും നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ എഴുതണം. എല്ലാ ചോദ്യങ്ങൾക്കും, ഈ 6 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. കൂടാതെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മളുടെ ഈ 6 ചോദ്യങ്ങളിൽ 2ാമത്തെ ചോദ്യത്തിനും 4ാമത്തെ ചോദ്യത്തിനും ചോയ്സ് ചോദ്യങ്ങളുണ്ട്. അതായത് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2ാമത്തെ തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിന് ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ഇതുപോലെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2നും എന്തുണ്ടാവും? ഉപചോദ്യങ്ങൾ ഉണ്ടാവും. ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഏതാണോ, ഇതാണ് അറിയുന്നതെങ്കിൽ ഇത് എഴുതാം. ഇനി ഈ ക്വസ്റ്റ്യൻ ആണ് അറിയുന്നതെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതാം. സോഷ്യൽ സയൻസിലുള്ള ചാപ്റ്റേഴ്സ് അറിയാലോ നിങ്ങൾക്ക്. നാളെ 4 ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഒന്ന് നമ്മളുടെ പീലിയുടെ വില്ലേജ്, പീലിയുടെ ഗ്രാമം, പിന്നെ ഫുഡ് ആൻഡ് ഹ്യൂമൻ, ഭക്ഷണവും മനുഷ്യരും, പിന്നെ ഏതിലാണ് പിന്നെ ഡൈവേഴ്സ് എംപ്ലോയ്മെന്റ്സ്, തൊഴിൽ വൈവിധ്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ക്ലോത്തിങ് ത്രൂ ദ ഏജസ്, വസ്ത്രത്തിന്റെ നാൾ വഴികൾ. ഈ 4 ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്, നാളത്തെ എക്സാമിന്. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്നാലും പേടിക്കേണ്ട, ഇനി കുറച്ചും കൂടെ സെറ്റ് ആക്കണം എന്നൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. ആരും പേടിക്കേണ്ട. ഇന്ന് രാത്രി നമ്മൾ 7:30 നാളത്തെ ഈ എക്സാമിൻ്റെ മാരത്തോൺ ലൈവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മക്കൾ എല്ലാവരും അതിന് ജോയിൻ ചെയ്യുക, നമ്മളെ കൂടെ ഇരുന്ന് പഠിക്കുക. നമ്മൾ നാളെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. ഇത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ നിങ്ങൾക്ക് മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവും 6 മണിക്ക്. നിങ്ങളിന്ന് അടിപൊളിയായിട്ട് നിങ്ങളെ സെറ്റാക്കി തരാൻ വേണ്ടി മോർണിംഗ് ബൂസ്റ്റർ ക്ലാസ്സും ഉണ്ടാവും. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ എന്താവും? സെറ്റാക്കും. അപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും അയ്യോ 6 മണിക്കൊക്കെ എണീക്കേണ്ടതെന്ന്. 6 മണിക്ക് എണീറ്റോ? ഈ ഒരു എക്സാമും കൂടെ അല്ലേ ഉള്ളൂ, ഓണം എക്സാമും കൂടെ, അതായത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഓണം എക്സാം കഴിയില്ലേ. അപ്പോൾ ഈ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ രാവിലെ എണീക്കുക, മോർണിംഗ് ബൂസ്റ്ററൊക്കെ അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്ന് രാത്രി 7:30 മാരത്തോൺ ലൈവ്, നാളെ രാവിലെ 6 മണിക്ക് മോർണിംഗ് ബൂസ്റ്റർ. അപ്പം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറയുക, എല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറയുക, എല്ലാവരും ഇരുന്ന് നന്നായിട്ട് പഠിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ വിട്ടുപോകുന്ന ഒരു കാര്യം മിസ് പറഞ്ഞില്ല. ചില മക്കളുണ്ട് എക്സാം എഴുതുമ്പം ക്വസ്റ്റ്യൻ മാർക്ക്, അതായത് ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നു. അത് മറക്കാൻ പാടില്ല. നിങ്ങളുടെ മാർജിൻ്റെ സൈഡിലായിട്ട് എന്ത് ചെയ്യണം? മാർജിനിൽ എന്ത് എഴുതുക? ക്വസ്റ്റ്യൻ നമ്പർ ഇടണം, ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ ഇപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1, അതിനകത്ത് A ആണ് എഴുതുന്നതെങ്കിൽ A എഴുതുക, B എഴുതുമ്പോൾ B എന്ന് എഴുതുക. ഇത് എഴുതണം. പലരും വിട്ടുപോകും. എങ്ങനെ അറിയാം ഇത് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടില്ലേ നമുക്ക് മനസ്സിലാവുമോ? ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് ടീച്ചേഴ്സിന് മനസ്സിലാവുമോ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ്റെ നമ്പർ ഇടാൻ മറക്കരുത്. അപ്പം ചിലർ വിട്ടുപോകുന്നവരുണ്ടാവും. അതുകൊണ്ട് മിസ് പറയാണ്, എക്സാം കഴിയുന്നതിൻ്റെ ഒരു 5 മുന്നേ നിങ്ങൾ എക്സാം എഴുതി തീർക്കുക. എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കാം, എല്ലാം ഞാൻ നല്ലോണമാണോ എഴുതിയിരിക്കുന്നത്, ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് വേണം പേപ്പർ കൊടുക്കാനായിട്ട്. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ ഇന്ന് രാത്രി മാരത്തോണിന് ജോയിൻ ചെയ്യുക. നാളെ രാവിലെ മോർണിംഗ് ബൂസ്റ്ററിൽ നമുക്ക് കാണാം. മിസ്സൊക്കെ ഇവിടെ ഉണ്ടാവും. നമുക്ക് ഫുൾ സെറ്റാക്കാം. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.